Hello friends, welcome to 𝙂𝙗𝙗 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ ആമസോൺ ഐസിഐസിഐ കാർഡിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ആമസോൺ ഐസിഐസിഐ കാർഡ് നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടാം. അതായത് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുറച്ച് ഒരു പൊടിക്കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഒരു ഞാൻ പറയുകയാണെങ്കിൽ നോർമൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടും ഒരു 20% കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇത് ഒഫീഷ്യലി ഉള്ള ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ല, പക്ഷേ നമ്മൾ കുറേ പേരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇത് ചെയ്തവർക്ക് നോർമലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് സാധാ വെറുതെ അപ്ലൈ ചെയ്യുന്നവർക്കാട്ടും കൂടുതലായിട്ട് നമുക്കിത് അപ്രൂവ് ആയിട്ട് വരുന്നുണ്ടെന്ന് കണ്ടപ്പോഴാണ് നമ്മളിപ്പോൾ ആക്ച്വലി ഈ പോയിന്റ്സ് നമ്മൾ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു 5-6 പോയിന്റ്സ് മെയിനായിട്ട് 4 പോയിന്റ്സ് ഉള്ളത് കഴിഞ്ഞ് നമ്മൾ ഒരു എക്സ്ട്രാ 3-4 പോയിന്റ് ഒരു എക്സ്ട്രാ ബോണസ് ടിപ്പ് പോയിന്റ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ആമസോണിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഇഷ്ടം പോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രൈം ഡേയ്സും സെയിൽസ് ഡേയ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമസോൺ പേയുടെ ഐസിഐസിഐ കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% വരെ ഡിസ്കൗണ്ട് കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് എന്തായാലും പറഞ്ഞു പോകാം. എന്ന് വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പറഞ്ഞു പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് URL കാണുന്നുണ്ടായിരിക്കും, ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയിക്കണ്ടേ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ ഒരു ഫസ്റ്റിനായിട്ടൊരു ഓവർവ്യൂ പോലെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ഐസിഐസിഐ കാർഡ് നിങ്ങൾക്ക് എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാനുള്ള കാർഡാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കാർഡാണ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി മുമ്പ് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ലൈവ് അപ്രൂവിങ് അതെന്ന് വെച്ചാൽ ലൈവ് നമ്മുടെ എന്താ പറയുക അപ്ലൈ പ്രൊസീജിയറൊക്കെ ഇട്ട് കാണിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ ഇത് ഒരു ലൈഫ് ടൈം ഫ്രീ കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ആക്ച്വലി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ജോയിൻ ഫീസും കൊടുക്കണ്ട, ആനുവൽ ഫീസും കൊടുക്കണ്ട. പോരാത്തതിന് നമുക്കിപ്പോൾ ആമസോണിൻ്റെ ഒരു കോ ബ്രാൻഡഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആമസോണിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക് കിട്ടാനും അതും പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ 3% നോൺ പ്രൈം മെമ്പേഴ്സിനും കിട്ടാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ എല്ലാ പർച്ചേസിനും നമുക്ക് ഇതിങ്ങനെ ഒരു ക്യാഷ് ബാക്ക് കിട്ടും. അതായത് നമ്മുടെ ആമസോൺ പേ ബാലൻസിലേക്ക് ഇത് ആഡ് ആവും ചെയ്യും എല്ലാം നമ്മൾ ബില്ലിംഗ് സൈക്കിൾ കഴിയുമ്പോൾ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആമസോൺ അത്യാവശ്യം നല്ല ഇപ്പോൾ റീചാർജിനും അപ്പോൾ നമുക്ക് ആമസോൺ പേ കൂടെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എല്ലാ പർച്ചേസും പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഗൂഗിൾ പേ പോലെയൊക്കെ. അതിന് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഷോപ്പിംഗ് മാത്രമല്ല ആമസോൺ പേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ ഒരു മെയിനായിട്ട് യൂസ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇത് കൂടെ നമുക്കിത് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യാഷ് ബാക്ക് കൊണ്ട് നമുക്ക് ആക്ച്വലി നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാർഡാണ്. പിന്നെ നിങ്ങൾക്കറിയാം നമുക്ക് 24 മാസം വരെ നമുക്ക് നോ കോസ്റ്റ് EMI വരെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ കാർഡ് കൊണ്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു കോൺ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐസിഐസിഐ കാർഡിൻ്റെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഓഫർ വരുമ്പോൾ ഈ കാർഡ് അത് ആപ്ലിക്കബിൾ ആവില്ല. എന്താ വെച്ചാൽ പ്രത്യേകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ആമസോണിൽ തന്നെ ഐസിഐസിഐ കാർഡിന് ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇടയ്ക്ക് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓഫറൊന്നും ഈ നമ്മുടെ ആമസോൺ ഐസിഐസിഐ കാർഡിന് പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു പോയിന്റ്സ് ആയിട്ട് നമുക്ക് എന്തായാലും പറയാം. നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നിങ്ങൾ ആക്ച്വലി ഈ ടിപ്സ് മേജറായിട്ട് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്രൂവൽ ആവാനുള്ള ചാൻസ് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് എടുക്കുന്നുണ്ട്. പോരാത്തതിന് പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ നമ്മുടെ കാർഡ് അപ്ലൈ ചെയ്യുന്ന പോലെ 30,000 അബോവുള്ള സാലറിയിലുള്ളവർക്കാണ് അതായത് നോർമലി കൊടുക്കാറ് ഐസിഐസിഐ കാർഡ്. അപ്പോൾ അവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് വരുന്നത് നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു നമ്മുടെ ഐസിഐസിഐ ബാങ്കായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അതായത് ഒരു സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടോ ഏതെങ്കിലും ഒരു അക്കൗണ്ടായിട്ട് തുടങ്ങി ഒരു അത്യാവശ്യം ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അക്കൗണ്ട് തുടങ്ങുക മാത്രമല്ല നിങ്ങൾ അക്കൗണ്ടിൽ അത്യാവശ്യം എന്താ പറയുക ട്രാൻസാക്ഷൻസ് നടത്താം. എന്ന് വെച്ചാൽ ക്രെഡിറ്റിൻ്റെ പറ്റും ഒരു റെഗുലർ ബേസിസിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ ആമസോൺ പ്രൈമിൽ നിങ്ങളൊരു പ്രൈം മെമ്പർ ആവുകയെന്നാണ്. അപ്പോൾ പ്രൈം മെമ്പർ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രൈം മെമ്പർ ആയി കഴിഞ്ഞാൽ നമുക്കിത് മാത്രമല്ല വേറെ പല ഉപയോഗങ്ങളുണ്ട്. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും പ്രൈം മെമ്പർ ആയിരിക്കും. അപ്പോൾ അല്ലാത്തൊരു മിനിമം ഒരു 3 മാസമെങ്കിലും നമ്മൾ ഈ കാർഡ് അപ്ലൈ ചെയ്യുന്ന ആ ടൈം ലെവലിൽ ആയിട്ട് എന്ന് വെച്ചാൽ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് സൈഡാണ്. ഒരു എന്താ പറയുക അതിനൊരു കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല. ഒരു പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് വേർഡ് കിട്ടി. അപ്പോൾ പിന്നെ അടുത്ത് പറയുന്നത് നമ്മുടെ ആമസോൺ പേയിൽ നിങ്ങൾക്ക് അറിയാം. ആമസോൺ പേ എന്ന് പറയുന്നത് ഒരു വാലറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ KYC ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും KYC ചെയ്യാത്ത വാലറ്റും KYC ചെയ്ത വാലറ്റിനും ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിൽ ലിമിറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫുൾ KYC ചെയ്തിട്ടില്ലെങ്കിൽ ഫുൾ KYC ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ല അപ്ലൈ ചെയ്യാൻ മതി. ഫ്രീ ആണ്, വേറെ എക്സ്ട്രാ കാശൊന്നുമില്ല. അവർ മാനുവലായിട്ടും ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് ചെയ്യുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ആമസോൺ പേ ഉണ്ടല്ലോ നമ്മുടെ അതിലത്തെ, അത് മിനിമം ഒരു 3 മാസം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ഒരു 3 മാസത്തേക്കെങ്കിലും റെഗുലറായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അതിൽ ബില്ലടക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. സ്കാൻ ആൻഡ് പേ ചെയ്യാം, വാലറ്റാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം റെഗുലറായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ഒരു പ്രയോറിറ്റി പ്ലസ് പോയിൻ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിനിമം കേട്ടോ 3 മാസം. അതുപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മിനിമം നമ്മുടെ പിന്നെ നമ്മൾ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് KYC ഓപ്ഷൻസ് വരും. നമുക്ക് വീഡിയോ KYC അല്ലെങ്കിൽ മാനുവൽ KYC ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ വീഡിയോ KYC എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രയോറിറ്റി. എന്ന് വെച്ചാൽ വീഡിയോ KYC ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ചിലപ്പോൾ KYC ചെയ്തതിന് ശേഷം തന്നെ അപ്രൂവ് ആവാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. പോരാത്തതിന് നിങ്ങളൊരു ICICI ബാങ്കിൻ്റെ കസ്റ്റമറോ ഓൾറെഡി ആണെങ്കിൽ അപ്പോൾ അതും ഒന്നും കൂടിയും ഒരു പ്രയോറിറ്റി കൂടുതലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മാനുവൽ KYC എടുക്കുകയാണെങ്കിൽ അതിൽ നല്ല ലാഗാവാൻ ഭയങ്കര സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ലാഗായി ഇങ്ങനെ നീട്ടിപ്പോകേണ്ടിയിരിക്കും. പിന്നെ ഈ ICICI ബാങ്കിൻ്റെ അതുപോലെ തന്നെ ആമസോൺ ICICI കാർഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് അവരോട് മാനുവലായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് ക്യാൻസൽ ആവില്ല. അപ്പോൾ അതിങ്ങനെ പെൻഡിങ് ആയിട്ടൊക്കെ എടുക്കും. അപ്പോൾ അത് നിങ്ങളുടെ സിബിലിനെ ബാധിക്കും. പിന്നെ നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങൾക്ക് വരും. പിന്നെ അടുത്തെന്ന് പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിനിമം നമ്മുടെ സിബിൽ സ്കോർ 750 എബോവ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ 750 എബോവ് ഉണ്ടെങ്കിൽ നോർമലി ക്രെഡിറ്റ് കാർഡുകളൊന്നും അപ്രൂവ് ആവില്ല. എന്ന് വെച്ചാൽ അത് ഒരു സെറ്റ് ടാർഗറ്റ് പോലെ സംഭവമാണ്. നമ്മുടെ 750 അല്ലെങ്കിൽ 750 എബോവ് ഉള്ളവർക്കാണ് നോർമലി ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ അപ്രൂവ് ചെയ്ത് കൊടുക്കുക ബാങ്കുകൾ. എന്ന് വെച്ചാൽ സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മൾ റീപേയ്മെൻറ്റും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു സ്കോറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നുന്നുള്ള സ്കോറാണ് അത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആക്ച്വലി അവർ കൊടുക്കുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു വേറൊരു ക്രെഡിറ്റ് കാർഡ് യൂസറാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു മിനിമം 1 ഇയർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയാണ്. എന്ന് വെച്ചാൽ വേറെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് അടയ്ക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റ് കാർഡ് കറക്റ്റായിട്ട് ഡ്യൂ ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് അടച്ച് പോകുന്നുണ്ടെങ്കിലും പിന്നെ 50% താഴെ യൂസേജ് ഉള്ളതാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വേറെ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അപ്രൂവ് ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഒരു 60% കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷനും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് റീപേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ സിബിൽ ഭയങ്കരമായിട്ട് കൂടും. അതിലൊരു പോസിറ്റീവ് ശരിക്കും അതിൽ നമ്മുടെ റിപ്പോർട്ടിൽ വരും നമ്മുടെ റിപ്പോർട്ടിൽ. അപ്പോൾ അത് കണ്ട് ആക്ച്വലി നോർമൽ എല്ലാം അപ്രൂവ് ആവേണ്ടതാണ്. അപ്പോൾ ഈ 4-5-6 7 പോയിൻ്റാണ്. ഈ 7 പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നമ്മൾ നോർമൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 60% ആണ് നിങ്ങൾക്ക് ചാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 90% ചാൻസ് കൂടും. അപ്പോൾ അതൊന്ന് നിങ്ങൾ എന്തായാലും പ്രത്യേകിച്ച് ഇപ്പോൾ ഓൾറെഡി നമുക്ക് പറയാം നമ്മുടെ ആമസോണിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ ഒരു ലാഗ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇത് കുറേ പേര് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേഗം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി ഫോളോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേഗം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു 3 മാസമോ 4 മാസം 5 മാസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. ബൈ.